മൂന്നാം ഘട്ട മന്ത്രിതല ചർച്ച പരാജയപ്പെട്ടതോടെ സമരം ശക്തമാക്കാൻ ആശാ വർക്കേഴ്സ് അസോസിയേഷൻ കൂടിയാലോചനകൾക്ക് ശേഷം പുതിയ സമര പരിപാടികളിലേക്ക് കടക്കാനാണ് തീരുമാനം. അതേസമയം കമ്മീഷൻ എന്ന സർക്കാർ നിലപാടിനെ പൂർണ്ണമായി തള്ളിയ സമരസമിതി സംയുക്ത ചർച്ചയ്ക്കില്ല എന്ന തീരുമാനത്തിലാണ്. സെക്രട്ടേറിയറ്റിനു മുന്നിലെ ആശമാരുടെ രാപ്പകൽ സമരം 54-ാം ദിവസത്തിലേക്കും നിരാഹാരം 16-ാം ദിവസത്തിലേക്കും കടക്കുമ്പോഴും നിരാശയാണ് ഫലം. മുൻകൂട്ടി തയ്യാറാക്കിയ അജണ്ട എന്നോണം മറ്റു തൊഴിലാളി സംഘടനകളുടെ ആവശ്യമായ കമ്മീഷൻ രൂപീകരണം സർക്കാർ അംഗീകരിച്ചു. പക്ഷേ ഓണറേറിയം വർധനയടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ച് സമരം നടത്തുന്ന ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന് ചർച്ച തിരിച്ചടിയായി. ഇതോടെ സമരത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന നിലപാടിലാണ് സമരസമിതി. ഇനിയുള്ള സമരം ശക്തമാക്കുക എന്നുള്ളത് തന്നെയാണ് ഇവിടെ നടക്കുന്ന രാപ്പകൽ സമരം. അതാണ് ബേസ് ആയിട്ടുള്ള സമരം. അത് ശക്തിയായിട്ട് മുമ്പോട്ട് പോകും. അതേപോലെ തന്നെ അനിശ്ചിതകാല നിരാഹാരവും തുടരും. കേന്ദ്ര ആരോഗ്യമന്ത്രി JP നഡ്ഡയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം വീണ ജോർജ് വിളിച്ച ചർച്ചയിൽ ആശമാർക്ക് വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷേ സമരക്കാർ ഉന്നയിക്കുന്ന ആവശ്യങ്ങളൊന്നും യോഗം അംഗീകരിച്ചില്ല. ചർച്ച പരാജയപ്പെട്ടതോടെ തങ്ങളെ ഒറ്റയ്ക്ക് ചർച്ചയ്ക്ക് വിളിക്കണമെന്ന നിലപാടിലാണ് സമരസമിതി. കമ്മീഷൻ എന്ന കാര്യത്തോട് നമ്മൾ യോജിക്കുന്നില്ല. അതിന് കാരണം ഈ വിഷയം പ്രധാനമായിട്ടും ഞങ്ങളുടെ ഓണറേറിയം വർദ്ധിക്കുക, ഇവർക്ക് വിരമിക്കൽ ആനുകൂല്യങ്ങൾ നൽകുക, 5 ലക്ഷം രൂപ കൊടുക്കുക. ഈ കാര്യത്തിന് ഒരു കമ്മീഷൻ്റെ ആവശ്യമില്ല. മുഴുവൻ ആശമാരുടെയും ഓണറേറിയം വർദ്ധിപ്പിച്ചാൽ സർക്കാരിന് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാവില്ലെന്നാണ് സമരസമിതി നേതാക്കളുടെ വാദം. സെക്രട്ടേറിയറ്റിനു മുന്നിലെ പ്രതിഷേധം വിജയിക്കരുതെന്ന പിടിവാശിയാണ് സർക്കാരിനെന്നും സമരക്കാർ ആരോപിച്ചു. അതേസമയം സമരം അനിശ്ചിതമായി നീണ്ടുപോകുന്നതിൽ സമരപ്പന്തലിനുള്ളിലും അതൃപ്തി പുകയുന്നുണ്ട്. ആത്മഹത്യാ ഭീഷണി മുഴക്കി ആവശ്യങ്ങൾ നേടിയെടുക്കുകയെന്ന മാർഗമാണ് അടുത്ത ഘട്ടമെന്ന നിലയിൽ ഉയരുന്നത്. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.